നമ്മുടെ കോഴിക്ക് വേവിച്ച് വെച്ചേക്കുന്നതാണ്. നമ്മുടെ തന്നെ ബീട്രൂട്ട്. അതൊക്കെ ബീട്രൂട്ടൊക്കെ നമ്മൾ മാത്രം കഴിച്ചാൽ മതിയാ, കോഴിക്കൊക്കെ കൊടുക്കണ്ടേ? നമുക്ക് നല്ല മുട്ട തരും, നല്ല മുട്ട, ജ്യൂസ് പോലെ ഇരിക്കുന്നത്. തക്കാളി എല്ലാം കോഴിക്ക് കൊടുക്കാനാ. ഇതെനിക്ക് ഞാൻ പച്ചക്കറി മേടിക്കാൻ പോയപ്പോഴേ അവിടെ ഒരാൾ എനിക്ക് ആ ഒരു തമിഴിൻ്റെ ഒരു കടയിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഒരുപാട് ബീട്രൂട്ട്, പിന്നെ വഴുതന, തക്കാളി ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കെവിടെ പോയാലും നമ്മുടെ കണ്ണ് അവിടെയൊക്കെ പോകുമല്ലോ, ഇതവിടെ പച്ചക്കറികൾ വേസ്റ്റായിട്ട് വല്ലതും ഇരിപ്പുണ്ടാകുന്നു. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, ചേച്ചി വേണമെങ്കിൽ എടുത്തോ ചേച്ചി എന്ന് പറഞ്ഞു. ബീട്രൂട്ട് എനിക്കുള്ള ഒരു 4-5 കിലോ ബീട്രൂട്ട് ഉണ്ടാവും. അപ്പോൾ കുറച്ചൊക്കെ സൈഡൊക്കെ ഒന്ന് അഴുകി അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് പണി കുറേ ഉണ്ട്. അതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ബാക്കിയെല്ലാം ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. വേവിച്ച് കോഴിക്ക് കൊടുക്കുന്ന ആരത്തിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാനാണ്. അതുപോലെ തക്കാളി ഒരു 2 കിലോ എങ്കിലും ഉണ്ടാവും കേട്ടോ. അതൊക്കെ കൊത്തി തിന്നും. ഇതൊക്കെ ഞാൻ ഉപ്പ് വെള്ളത്തിയിട്ട് കഴുകി ശുദ്ധമാക്കി എടുത്ത് വെച്ചിരിക്കുന്ന കോഴിക്ക് കൊടുക്കാൻ, വെറുതെ കൊടുക്കല്ല. കോഴിക്ക് രാവിലെ കുറേ കൊടുത്തു, അവരിതാന്ന് പറയുമ്പോൾ എല്ലാം കൊത്തി തിന്നു. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ കോഴിയുടെ ആരോഗ്യം. ഇതൊക്കെ മെനക്കെട്ടിരുന്നതെല്ലാം ചെയ്തെടുക്കില്ല വേണ്ട. ഇനി അടുത്ത് ഇച്ചിരി ഗോതമ്പും അരിയും കൂടെ ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതും ഈ ബീട്രൂട്ടും കൂടെയൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ കോഴി കുഞ്ഞിനും കൊടുക്കാം. രാവിലെ 4 മുട്ടയും കിട്ടി. ഇനി അടുത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പം പൊട്ടിപ്പോവും. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോൾ മിക്കവാറും ഉണ്ടാവും 1-2 പേര്. എന്നാലും എനിക്ക് ഒരു 4-5 കോഴി ഇടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അത് നമുക്ക് സന്തോഷമാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ആവശ്യത്തിനുള്ള മുട്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം ഞാൻ വീട്ടിൽ ചിലവാക്കുകയല്ല കേട്ടോ, കുറേശ്ശായിട്ട് 5 എണ്ണം വീതമൊക്കെ കൊടുക്കാനും തുടങ്ങി. നമുക്ക് തീറ്റയും കൂടെ മേടിക്കണ്ടേ.